എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ ഒരു ബന്ധുവാണ്, രാജേട്ടൻ. ഏട്ടനിങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയിട്ട്, ആക്സിഡൻ്റല്ല, വീടിൻ്റെ മുകളിൽ നിലയിൽ നിന്ന് താഴോട്ട് വീണിട്ട്, പാരപ്പറ്റിൻ്റെ മുകളിൽ വീണിട്ട് കാല് രണ്ടും ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്രാഫ്റ്റ് വർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് കാലിനൊക്കെ വയ്യാതിരിക്കുമ്പോൾ അദ്ദേഹം ഒരു പോസിറ്റീവ് ഡൈവേർഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ല വർക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയതായിരുന്നു. അപ്പോൾ കാണാൻ വരുന്നവർക്കൊക്കെ അദ്ദേഹം ഇങ്ങനെ പൂക്കളുണ്ടാക്കി കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കും ഒരു ബഞ്ച് കിട്ടി കേട്ടോ. അങ്ങനെ ഞാൻ അത് വീട്ടിൽ കൊണ്ടുവന്ന് ഞാനത് ഒരു ഫ്ലവർ വേസ് ഇല്ല എനിക്ക്. ഞാൻ നാച്ചുറൽ ഫ്ലവേഴ്സിൻ്റെ ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നാച്ചുറലായിട്ടുള്ള പ്ലാന്റ്സാണ് ഞാൻ വെക്കാറുള്ളത്. അപ്പോൾ ഫ്ലവർ വേസ് തപ്പി ഞാൻ കുറേ ദിവസം ഈ പൂവൊരു ഭാഗത്ത് വെച്ചു. അതിന് ശേഷമാണ് ഞാൻ ഇതൊരു വേസിലേക്ക് മാറ്റുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് കേട്ടോ. പേരിന് എൻ്റെ ചെറിയമ്മയാണ്, പക്ഷേ എന്നേക്കാൾ താഴെയാണ് കേട്ടോ. ഇവൾ പ്രായം കൊണ്ട് എന്നേക്കാൾ താഴെയാണ്. അപ്പം എൻ്റെ ബ്രദറും എഴുത്തിയമ്മയും മോനും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് അവരെ കാണാൻ പോയത്. പിന്നെ തെച്ചിപ്പൂവൊക്കെ ഉണ്ടാക്കി വെച്ചത് കണ്ടു. അവിടെ കുറച്ച് പഴയതായിട്ടുണ്ടത്, എങ്കിലും നല്ല ഐഡിയ ആയിട്ട് തോന്നി എനിക്ക്. വളരെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തെച്ചിപ്പൂവ്. 2 ബഞ്ച് തെച്ചിപ്പൂവ് അവിടെ കണ്ടു. ബാക്കിയുള്ള വർക്കുകളൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തു, അതുകൊണ്ട് പൂർണ്ണമായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തന്ന ഫ്ലവേഴ്സ് ഇതാണ്. അപ്പോൾ ഇത് ഒരു ബോക്സാണ് കേട്ടോ. എനിക്ക് ആമസോണിൽ നിന്ന് ഒരു പാർസൽ വന്ന ബോക്സാണ്. അത് ഞാൻ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് കൊടുത്ത് അറ്റത്ത് ഒരു ബ്ലാക്ക് ബോർഡറും കൊടുത്തു. അങ്ങനെ ബ്ലാക്ക് ബോർഡർ കൊടുക്കാൻ പെയിൻ്റ് ഇല്ലായിരുന്നു കേട്ടോ. പെയിൻറ്റ് തീർന്നു വരുന്നു, കട്ടയായിപ്പോയി ഉപയോഗിക്കാതെ. അങ്ങനെ ഞാനത് പിന്നെ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ. മുകളിലും താഴെയും ബോർഡറായിട്ട് ഒരു ബ്ലാക്ക് ബോർഡർ കൊടുത്തു, വൈറ്റ് അക്രിലിക് പെയിൻറ്റും കൊടുത്തു. എന്നിട്ട് അതിനകത്ത് ഈ ഫ്ലവേഴ്സ് ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തന്നതല്ലേ, അപ്പോൾ നമ്മളത് നന്നായിട്ട് കൊണ്ടുവയ്ക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വേസ് വാങ്ങണം. തൽക്കാലം ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത്, ഏതായാലും അദ്ദേഹത്തിൻ്റേത് ക്രാഫ്റ്റ് വർക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കാർഡ്ബോർഡിൻ്റെ ബോക്സ് എടുത്തിട്ട് അതിനെ വേസാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഈ പൂക്കൾ ഇറക്കി വെച്ചു. നല്ല ഭംഗിയില്ലേ കാണാൻ? നോക്കും എന്തൊരു ഭംഗിയാണ്. നാച്ചുറൽ ഫ്ലവേഴ്സ് തന്നെ ശരിക്കും കണ്ടാൽ വളരെ നന്നായിട്ട്. ഒരുപാടുണ്ടായിരുന്നു, നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്കുകൾ. ഫ്ലവേഴ്സ് മാത്രമല്ല, ഒരുപാട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ വയ്യാതായിപ്പോയി. ഇനിയിപ്പോൾ കാലിൻ്റെ ഒക്കെ നടക്കാനായി കഴിഞ്ഞാൽ കൂടുതൽ ഉഷാറായിട്ട് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ, കണ്ടില്ലേ? നല്ല രസമല്ലേ കാണാൻ? അപ്പോൾ രാജേട്ടന് എല്ലാവിധ അഭിനന്ദനങ്ങളും.